விதிகள் கூடி உன் பாதம் கழுவலாம் வாடி என் தளர் மலரே இன்னும் தயக்கமில்லை என்னை புரியாது இது வாழ்வா சாவா இல்லை இல்லை சொல்ல ஒரு கணம் போதும் இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய். കുറച്ചുകൂടെ പങ്കാളി തന്നെ വിളിക്കുന്നേ. സൺഡേ പോലെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ. ഹലോ ദക്ഷ, എടി ഞാനാടി ആൻഡ്രി. എടി ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. എനിക്കറിയാലോ, ഞാൻ ഇന്നലെ 12 മണിക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പോരാത്തതിന് നിനക്ക് മെസ്സേജ് ആയിട്ട് നിന്നെ വിഷ് ആക്കിയിട്ടുണ്ട്. ഓ, എനിക്ക് വിഷ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഇപ്പം ഞാൻ വിളിച്ചത്. നീ എൻ്റെ അടുത്താണെങ്കിലേ ചിലവ് ചോദിച്ചതല്ലേ. ഇന്നെന്തായാലും സൺഡേ ഇല്ലേ, ക്ലാസ് ഇല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാൻ പുറത്തു പോവാം. ഒരു 7:30 ആകുമ്പോൾ നീ ഇറങ്ങ്. നേരെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കറങ്ങാം. ഇന്നത്തെ ഫുൾ ചിലവ് എൻ്റെ വക. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകണോടി. ഓ, എന്തായാലും പോകണം. അമ്മ അമ്പലത്തിൽ പോവാതെ എൻ്റെ അടുത്ത് എവിടെയും പോകണ്ടെന്നാണ് പറഞ്ഞത്. അമ്പലത്തിൽ പോകണം, അത് വിട്ടൊരു കളിയില്ല. ശരി, എന്തായാലും നീ ഒരു 7-7:30 മണിയാകുമ്പോൾ ഇറങ്ങണം കേട്ടോ. ഓക്കേടി, നീ വെച്ചിട്ട് പോയേ, ഞാൻ വന്നോളാം. എനിക്ക് ഉറക്കം വരുന്നത്. ഓ എൻ്റെ ഈശ്വര, ഇതിങ്ങനെ ഒരു ഉറക്കിപ്രാന്തി. ശരിയെന്നാ. ഞാൻ സ്വപ്നലോകത്തോ ദേവലോകത്തോ? സമയം 7:25. 7:25 എഴുന്നേറ്റേക്കുന്നു. എന്റെ ദൈവമേ, മഹാത്ഭുതം. എടമോനെ ഓടി വാടാ, മഹാത്ഭുതം. ഇനി കാണാൻ പറ്റണമെന്നില്ല. ഈശ്വര, അമ്മേന്റെ സൗണ്ട് അല്ലേ കേട്ടെ? അമ്മ, എന്താ പറ്റി അമ്മ? അമ്മ, ഇതെന്തോന്നിത്? ഞാൻ കാണുന്നത് തന്നെയാണോ അമ്മ നിങ്ങളും കാണുന്നത്? അയ്യോ, ദേ മുടിയിൽ നിന്ന് വെള്ളം വരുന്നു. കുളിച്ചമ്മ, കുളിച്ച്. ഈശ്വര, ഇതെന്തോന്നിത്? അമ്മ എന്നെ ഒന്ന് പിച്ചിക്കേ. ഞാൻ സ്വപ്നലോകത്താണ്. പേടിക്കണ്ടടാ, സ്വപ്നലോകത്തൊന്നല്ല. അവൾക്ക് കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി തലക്കാരായിരുന്നെങ്കിലും വല്ലതും കിട്ടിക്കാണോ? തല മൊത്തത്തിൽ തിരിഞ്ഞെന്നാണ് തോന്നണത്. എന്തായാലും പോണ പോക്ക് കണ്ടിട്ട് പോസിറ്റീവാണ്. നേരത്തെ എഴുന്നേക്കുന്നു, കുളിക്കുന്നു, സാരിയൊക്കെ ചുറ്റി നിൽക്കുന്നു. ആഹാ, എത്ര മനോഹരം. സ്വഭാവം നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സ്വഭാവം കിട്ടിയാലോ. ചീത്ത സ്വഭാവമൊക്കെ അങ്ങ് മാറി നല്ല സ്വഭാവം വരികയാണെങ്കിൽ എൻ്റെ പൊന്നമ്മ, നമ്മൾ രക്ഷപ്പെട്ട്. പിന്നെ ഈ പഞ്ചായത്തിൽ ഇതുപോലൊരു സന്തുഷ്ട കുടുംബം വേറെ കാണത്തില്ല. നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിച്ചത് എനിക്കൊന്നും പറ്റത്തില്ലെന്നോ? എന്നും ലേറ്റായി കോളേജിൽ പോകുന്ന ദക്ഷിണ മാത്രമേ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോ ഞാൻ നേരത്തെ എണീച്ച് എവിടെ പോവാൻ നിൽക്കുന്നറിയോ? അമ്പലത്തിൽ പോന്ന് പ്രാർത്ഥിക്കാൻ. എന്റെ ദൈവമേ, ഇതിന് എന്നാ പറ്റിയോ ആവോ? എണീറ്റതും പോലെ കുളിച്ചതും പോലെ അമ്പലത്തിൽ പോവാൻ നിൽക്കുന്നെന്ന്. അമ്പലത്തിൽ പൂരത്തിന് മാത്രം പോകുന്ന ആളാ. എന്നാ പറ്റി ഈശ്വര ഇതിന്? എടാ, നീ പറഞ്ഞ പോലെ ഇതിനെ തലക്ക് വല്ലതും കിട്ടിയാരായിരുന്നെങ്കിലും. അതെ അമ്മ, എനിക്കും അതന്നെ തോന്നുന്നത്. ആരെങ്കിലും കണക്കിന് കിട്ടിക്കാണും. ഇവളുടെ സ്വഭാവം വെച്ച് തല തിരിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എക്സ്ക്യൂസ് മീ മൈ ബ്രദർ, എനിക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ തല തിരിഞ്ഞിട്ടില്ല. ഇന്നെന്റെ ആൻഡ്രി കൊച്ചിന്റെ ബർത്ത്ഡേയാ, അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. പിന്നെ എനിക്ക് പോവാൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല.
അമ്പലത്തിൽ പോയാൽ മാത്രമേ ചിലവ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും രാവിലെ എണീറ്റ് കുളിച്ചത്. അയ്യോ, കുളിച്ചതൊന്നും ആലോചിക്കാൻ വയ്യ. കുളിക്കാണ്ട് അവിടെ കയറാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കുളിക്കാണ്ട് പോയേനെ. ഞാൻ പോകുന്നു. ഈവനിങ്ങേ ഞാൻ വരത്തുള്ളൂ. ഇനി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്ട. എവിടെ എത്തിയെന്നും ചോദിച്ചോണ്ട് ഞാൻ കോൾ എടുക്കത്തില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോൾ ശരി ഗൈസ്, ഞാൻ പോയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു. എൻ്റെ പൊന്നമ്മൂസേ, ഇത് ഈ ജന്മത്തൊന്നാവത്തില്ല. നമ്മൾ ചുമ്മാ സ്വപ്നം കണ്ടതാ. അമ്മൂസ് പോയിട്ട് ചായ എടുക്ക്, ഞാൻ പല്ല് വെച്ചിട്ട് വരാം. അതല്ലാതെ ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി രാക്ഷസി. ദക്ഷ ഏതോ കൊച്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താ പേര് പറഞ്ഞേ? ഏതോ കൊച്ചിൻ്റെ പേടിയാണെന്നാ പറഞ്ഞത്. എന്തായാലും ആ കൊച്ച് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും പങ്കാലത്ത് എണിച്ച് കുടിച്ച മാറ്റി അവൾ പോകത്തില്ലല്ലോ. എന്തായാലും ഏതായിരിക്കും ആ കൊച്ച്? എങ്ങനെയുണ്ടായിരിക്കും കാണാൻ? കാട്ടുകോഴി പോയി പല്ല് വെച്ചോണ്ട് വാടാ. ഓ എന്റെ ദൈവമേ, അതും കേട്ട. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് കേൾക്കാനൊക്കെ ഭയങ്കര ചെവിയോ. അമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അവളുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പെങ്ങളെ പോലെ അല്ലേ. എന്താ പിന്നെ ഞാൻ അങ്ങോട്ട് മതിയടാ. ഇനി നീ വീടിനടുത്ത് കിടന്ന് ഉരുളണ്ട. പോയി ഫ്രഷ് ആയിട്ട് വാ, ചായ വേണമെങ്കിൽ. ഹാപ്പി ബർത്ത്ഡേ ആനിമുത്തേ. ഇനി എന്റെ കുഞ്ഞിന് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ. താങ്ക് യു അമ്മൂസേ. ആ, വിഷു മാത്രമേ ഉള്ളല്ലേ, ഗിഫ്റ്റ് ഒന്നും കണ്ടില്ല. ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് വൺ. താങ്ക് യു ആരിച്ചേട്ടാ. അല്ല, ഇവിടെ ഒന്നും ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. ആഹാ, അത് കൊള്ളാം. എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു പെങ്ങള. പിന്നെ നിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ ബർത്ത്ഡേക്കാ കുറച്ച് ഗിഫ്റ്റ് മേടിക്കുക. സമയമാകുമ്പോൾ ഞാൻ എടുത്തു തരാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓ ആയിക്കോട്ടെ, എനിക്ക് എപ്പോൾ കിട്ടിയാലും ചെയ്യില്ല, ബട്ട് കിട്ടണം. അല്ല, നീ ഇതെങ്ങോട്ടാ റെഡി ആയിട്ട്? അവൾ അമ്പലത്തിലേക്കാടാ. എനിക്കാണെങ്കിൽ പോവാൻ പറ്റാത്ത സമയവുമായി. അപ്പൊ പിന്നെ അവള് ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പോക്കോട്ടേന്ന്. നീ ഫ്രീ ആണെങ്കിൽ എന്നാ അവളുടെ കൂടെ ചെല്ല്. അതാവുമ്പോ പിന്നെ അവര് ബസ്സിലൊന്നും തൂങ്ങി പിടിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. എങ്കി വാ, പോവാം. എന്റെ ദൈവമേ, പണി പാളി. പ്ലാനിംഗ് ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ഈശ്വര. ഇവളാ? അപ്പോൾ ഇവളാണ് ആ ഫ്രണ്ട്. കൊള്ളാം. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ അവസാനം നീ എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ മോളെ. ഇനി നിനക്ക് നോ രക്ഷ. ദക്ഷ, ഇങ്ങോട്ട് നോക്ക്. ഇതെവിടെ? എടി, നീ എല്ലടി പറഞ്ഞ ബസ്സിലെ പോന്നെന്ന്. എന്നിട്ട് നീ എന്താ വന്നേ? ഇതാരടി നിന്റെ ഡ്രൈവർ? അയ്യോ, ഇയാളോ? ആടി, ഞാൻ അങ്ങനെയാ കരുത്തിയ. പിന്നാണെങ്കിൽ ചേട്ടൻ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കൊണ്ടൊക്കോളെന്ന് പറഞ്ഞു. നീ വാ കേറ്. ചേട്ടാ, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ദക്ഷ. ദക്ഷ, ഇതെന്റെ ചേട്ടനാട്ടാ. ആരവെന്നാണ് പേര്. സമയം നീണ്ടു നിവർന്ന് കിടക്കല്ലേ. സാവധാനം പരിചയപ്പെടാം. എനിക്ക് ശരിക്കും പരിചയപ്പെടണം. ആ പറഞ്ഞതിൽ എന്തോ രീതിയില്ലേ, എനിക്കറിയത്തില്ല. എടി ചേട്ടേ, നീ ഇതിനാണോടി എന്നെ വെളുപ്പാകാലത്ത് വിളിച്ചെണീപ്പിച്ച്? എടി, സാഹചര്യത്തിന്റെ സമ്പർക്കം മൂലം പറ്റിപ്പോയി. എടി, നീന്റെ ഞാൻ ഇനി ഇതെങ്ങോട്ടാടി ഇയാള്? അമ്പലത്തിലോട്ട്. അപ്പൊ നിന്റെ ചെലവ് അതൊന്നും നടക്കത്തില്ലടി. എന്റെ ചേട്ടൻ അങ്ങനെയൊന്നും ഇഷ്ടല്ല. പോടി തെണ്ടി. നല്ലപോലെ കിടന്നുറങ്ങണ്ട ഞാനാ. എന്താ രണ്ടും കൂടെ കിടന്ന് പെറുപിറുക്കുന്ന? കുറെ സമയം ആയല്ലോ ഇത്. വാ, അമ്പലം എത്തി. ഇറങ്ങുന്നൊന്നും ഇല്ലേ?
നാക്കിൻ്റെ നീളം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ട്രഡീഷണൽ ലുക്കിൽ ഇവിടെ ശരിക്കും സുന്ദരിയാ. എൻ്റെ ഭഗവതി, ആ കാന്താരിയെ എനിക്കങ്ങ് ബോധിച്ചു. അതിനെ എനിക്ക് തന്നെ തന്നേക്കണേ. പിന്നെ ഈ കാര്യം ഇപ്പോൾ മറ്റാരും അറിയണ്ട. ഇപ്പോൾ ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി, അവൾ പോലും അറിയണ്ട. സമയമാകുമ്പോൾ നമുക്ക് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, അവളെ എനിക്ക് തന്നെ തന്നേക്കണേ.